ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കിട്ടാസ് വേളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ട്, ടെറസിലെ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റിയാണ്. അതിൻ്റെ ഹാൻഡ് പോളിനേഷന്, പിന്നെ അതിൻ്റെ കായ്കൾ വീഴുന്നതും അതിൻ്റെ വിളവെടുപ്പൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ടെറസിൽ ആണ് ഇത്. രണ്ട് ചട്ടിയിലായിട്ടാണ് ഇത് വെച്ചത്. രണ്ട് തൈകളാണ്, വെള്ളയും ചുവപ്പുമാണ്. അതിൽ ഇപ്പോൾ വെള്ളയിലും ചുവപ്പിലും രണ്ടിലും പൂവുണ്ടായിട്ടുണ്ട്. ഇനി വേറെ പ്രശ്നം കൂടി ഉണ്ട്. ഈ വെള്ളൻ്റെ മാത്രം പൂവാണെങ്കിൽ അതിൻ്റെ പോളിനേഷൻ നമ്മളിപ്പോൾ എങ്ങനെ പോളിനേഷൻ ചെയ്താലും അത് കായ് പിടിക്കുന്നില്ല. അതായത് ചുവപ്പിൻ്റെ ഇത് പിന്നെ ഇതാണ് പൂവിന്ന് പിന്നെ എടുത്തും കഴിഞ്ഞ് പോളിനേഷൻ ചെയ്യുകയാണെങ്കിൽ വെള്ളയ്ക്ക് കായ് പിടിക്കും, അല്ലാണ്ട് കായ് പിടിക്കില്ല. അങ്ങനെ നമ്മൾ പല പ്രാവശ്യം അതിൻ്റെ വെള്ളൻ്റെ മാത്രം പൂവ് ഉള്ള സമയത്ത് നമ്മൾ നോക്കിയിട്ട് ശരിയാകുന്നില്ല. അതായത് ചുവപ്പിൻ്റെ പൂവ് നമ്മൾ ക്രോസ് ചെയ്തും കായ് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നല്ല പെട്ടെന്ന് കായ് പിടിക്കും. മറ്റേത് കായ് പിടിക്കില്ല, അത് അങ്ങനെ മഞ്ഞ കളർ വന്നിട്ട് ചീഞ്ഞു പോവുകയാണ്. ഇപ്പോൾ രണ്ടും കൂടി പിന്നെ രണ്ടിനും മേൽ കായ് പിടിക്കണമെങ്കിൽ രണ്ടും കൂടി ഒപ്പരം പൂക്കണം, അങ്ങനെ പ്രശ്നമുണ്ട്. ഈ പിന്നെ എന്താണ് അതിൻ്റെ ഒരു യെല്ലോ ഇസ്രായേലോ അങ്ങനെ എന്തൊരു പിന്നെ ഐറ്റമാണ് ഈ വെള്ള. പക്ഷെ നല്ല പഴുത്താലും നല്ല വലുപ്പവും അതുപോലെ തന്നെ നല്ല മധുരവുമാണ്. ഇപ്പോൾ അതവിടെ പൂ വിരിഞ്ഞപ്പോൾ രാത്രിയാണ്, രാത്രിയിലാണ് ഇപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഹാൻഡ് പോളിനേഷൻ ചെയ്യണം. അപ്പോൾ രാത്രിയാണ് ഇത് കാഴ്ച. ഏകദേശം ഒരു 9 മണിയായപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. ഇത് ഈ കാലത്ത് ഒരു 9 മണി വരെ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ നല്ല ലേശം അങ്ങനെ കൂടി വരും. അപ്പം കാലത്തൊക്കെ ഈ വണ്ടുകൾ തേനീച്ചകളൊക്കെ പോളിനേഷൻ നടക്കും. തേനീച്ചകളൊക്കെ വന്നെങ്കിൽ അതായത് രാത്രി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, മഴക്കുള്ള സമയത്താണെങ്കിൽ പരമാവധി നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യുകയാണല്ലേ. രാത്രി കവർ ഇട്ടിട്ട് മഴ പെയ്യുന്ന സമയത്ത് കവർ ഇട്ടിക്കുക, എന്നിട്ട് വല്ല മഴ ചോരുന്ന സമയത്ത് നമ്മൾ ചെയ്താൽ മതി. ഞാൻ മഴത്ത് അങ്ങനെയാണ് ചെയ്യൽ. ഇത് മഴയൊന്നുമില്ല, ഇപ്പോൾ നല്ല സമയമാണ് ഇപ്പോൾ രാത്രി. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടും വിരിഞ്ഞിട്ടുണ്ട്, ചുവപ്പും ഉണ്ട് വെള്ളയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ടിലും കായ് പിടിക്കും. ചുവപ്പിന് പ്രശ്നമൊന്നുമില്ല, ചുവപ്പിന് ഇപ്പോൾ അതിൻ്റേത് തന്നെ ചെയ്താൽ മതി. അതേ സ്ഥാനത്ത് വെള്ളക്കാണ് പ്രശ്നം. വെള്ളം അതിൻ്റെ തന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് പിടിക്കുന്നില്ല, കായ് തീരെ പിടിക്കുന്നില്ല, അത് കായാണ് കൊഴിഞ്ഞു പോവുക. ഇപ്പോൾ അത് ഞാൻ ചുവപ്പിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വെള്ളക്കും ചുവപ്പിനും അത് തന്നെ മതി, രണ്ടിനും ഒന്ന് തന്നെ മതി, പ്രശ്നമില്ല. വെള്ളക്കാണ് വിഷയം. അപ്പോൾ എത്രയോ കായ് നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതിൻ്റെ ശേഷം ഇപ്പം ഇനി വെള്ളം മാത്രമാണ് ഒരു 5 പൂക്കളുണ്ട്, അത് വിരിഞ്ഞിട്ടില്ല. അത് മൊത്തം പോവും, കാരണം അതിൻ്റെ കൂടെ റെഡ് വിരിയാത്തത് കൊണ്ട് അത് മൊത്തത്തിൽ നമുക്ക് കായ് പിടിക്കാനും നഷ്ടപ്പെട്ടു. അതായത് ഒരൊറ്റ റെഡ് പിന്നെ പൂ വിരിഞ്ഞിരിക്കുമെങ്കിൽ അത് മാത്രം മതി അതിനെല്ലാത്തിനും പിന്നെ പരാഗണം ചെയ്ത് കൊടുക്കാൻ, പോളിനേഷൻ ചെയ്യാൻ ഒറ്റ റെഡ് ഉണ്ടായാൽ മതി. ഇത് നല്ല സുഖമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1, 2, 3 ചെടികളിങ്ങനെ ടെറസിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാമെന്നില്ല. അപ്പം നല്ല കായും നല്ല ഉഷാറായിട്ട് കായ് പിടിച്ചോളും. അങ്ങനത്തെ തോട്ടങ്ങൾ അങ്ങനത്തെ ഉണ്ടാകുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയില്ല. ചെയ്ത് കാണുമെങ്കിൽ നല്ല കായ്കളും കിട്ടും. പക്ഷേ ഇതിൽ നമുക്ക് പിന്നെ വെള്ളമാണ് നല്ല സൂപ്പർ കായ്, ഏകദേശം 400 ഗ്രാമൊക്കെ ഉണ്ട് ഒരു കായ്. അതേസമയത്ത് ചെറുത് കായ് വലിപ്പം കുറവാണ്, അല്ല ചെറുതെന്ന് ചുവപ്പ് കായ് വലിപ്പം കുറവാണ്. എന്നാലും നല്ല കളറും ഇതൊക്കെ ഉണ്ട്. ചുവപ്പ് നല്ല കളറാണ്, ജ്യൂസ് അടിക്കാനൊക്കെ അടിപൊളിയാണ്. ജ്യൂസൊക്കെ അടിച്ചിരിക്കണമെങ്കിൽ നല്ല കളർഫുള്ളാണ്. പക്ഷേ അതിന് കായ്ക്ക് കുറച്ച് വലിപ്പം, 100 ഗ്രാമിൻ്റെ വെള്ളനേക്കാണ് 100 ഗ്രാമിൻ്റെ കുറവുള്ളൂ. പിന്നെ മധുരം കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ തന്നെ, വെള്ളമാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് മധുരം. പക്ഷേ മഴ സമയത്ത് നല്ല അടിഞ്ഞു പിടിച്ച മഴ സമയത്ത് മധുരം കുറയുന്നുണ്ട് കേട്ടോ.
അതും പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ഒരു വെയിൽ കിട്ടുന്ന സമയത്താണ് മധുരം. നല്ല മഴ സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 കായ് പറിച്ചെടുത്ത മധുരം കുറവാണ്. എന്താണ് എൻ്റെ ഒരു മനോഹരം. രാത്രി ഇങ്ങനെ ലൈറ്റ് അടിച്ച് ഇങ്ങനെ നോക്കുക, ആ പൂക്കളെല്ലാം മൊത്തം ഇങ്ങനെ വിരിഞ്ഞെടുക്കുന്ന ഒരു രസം തന്നെ, സംഭവമാണ്. അടിപൊളിയാണ്. എല്ലാം ഒന്നിച്ചിങ്ങനെ വിരിഞ്ഞിട്ട് രാത്രി ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്ക് ഫുള്ളായിട്ട് വിരിഞ്ഞ് നിൽക്കും. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. മഴ പെയ്താലും നല്ല അതിൻ്റെ ആ പൂമ്പൊടിയൊക്കെ കൊഴിഞ്ഞു വെള്ളത്തിൽ ഒലിച്ചു പോകും. അപ്പോൾ നമുക്ക് അത് പിന്നെ കായ് പിടിക്കാതായി പോകും, പൊളിനേഷൻ നടക്കാതെ. അപ്പോൾ മഴ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കവറിട്ട് വൈകുന്നേരം തന്നെ ഒരു കവറിട്ട് കൊടുക്കുക. ഈ ഏകദേശം ഇങ്ങനെ കായ് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ വിരിയാൻ ഇങ്ങനെ വിമ്മി വെക്കുന്ന ആ സമയത്ത് നമ്മളൊരു കവറാണ് ഇട്ട് കൊടുത്താൽ വൈകുന്നേരം. അപ്പോൾ രാത്രിയൊക്കെ മഴ ചെയ്താലും പ്രശ്നമില്ല. രാത്രി ഒരു 9 മണിയാകുമ്പോഴേക്ക് ഒക്കെ വിരിഞ്ഞ് റെഡിയായി നിൽക്കും. അപ്പം എല്ലാം മഴ ചോർച്ചയ്ക്ക് പോയിട്ട് പിന്നെ പോളിനേഷൻ ചെയ്ത് കൊടുത്തേ. ഇപ്പം നമ്മളൊരു പിന്നെ ഒരു വിളവെടുപ്പാണ് അത്. പിന്നെ 2 ഒപ്പരാണ് പിന്നെ പൂ വിരിഞ്ഞതൊക്കെ എങ്കിലും കൂടിയിട്ട് വെള്ളമാണ് ഇപ്പോൾ ആദ്യം പാകമായത്. ഇതിപ്പോൾ അവിടെ പിന്നെ കുറച്ച് പാകമായതുകൊണ്ട് അപ്പോൾ നാളെ നമുക്ക് വിളവെടുക്കാനുള്ളതാണ്. അപ്പോൾ ചുവപ്പ് 2 കാണും, 3 ചുവപ്പ് 2 വെള്ളയാണ്. 5 ഒപ്പരം ഉണ്ടതേ, 3 ചുവപ്പും 2 വെള്ളയും. അപ്പോൾ വെള്ളമാണ് ആദ്യമായിട്ട് പാകമായത്. വെള്ളമൊക്കെ ഒരു ദിവസം നേരത്തെ തന്നെ വെള്ള പാകം. ചുവപ്പ് നാളെ കട്ട് ചെയ്തെടുക്കാം. അതിൽ നമുക്ക് നമ്മളെ വീട്ടിലിങ്ങനെ ടെറസിലൊക്കെ ഉണ്ടായാൽ വേടാണെങ്കിൽ നല്ല കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം എന്നുള്ളൂ. ചെറിയ ചട്ടി മതി. പെയിൻറ്റ് ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ചട്ടി. ഞാനിപ്പോൾ ഒരു പെയിൻറ്റ് ബക്കറ്റോ അല്ലാത്തൊരു സിമെൻറ്റ് ചട്ടിയിലും 2 കൂടിയാണ് വെച്ചത്. 2 കൂടി ഒന്നായിട്ട് ചുവപ്പും വെള്ളയും എല്ലാം കൂടി ഒന്നിച്ചാണ് ഇപ്പോൾ പടർന്ന് പിടിച്ചത്. അപ്പോൾ ഇത് വെള്ളമാണ്, നല്ല കായാണ്, നല്ല മനോഹരമായ കായാണ്. അപ്പോൾ കനവും കൂടുതലാണ്, ഇത് വലിപ്പം കൂടുതലാണ്. ചുവപ്പ് ലേശം ചെറുപ്പാണ്. ഇനി ഒരു കായ് കൂടി ഉണ്ട്. 2 കായാണ് ഇപ്പോൾ നമുക്ക് കൈമൽ ഈ പ്രാവശ്യം വെള്ള. 5 കായ് ഒപ്പരം ഉണ്ടായത്, ചുവപ്പും ഇതെല്ലാം കൂടി. അത് ചുവപ്പ് നാളെ കട്ട് ചെയ്യാൻ പറ്റും, വിളവെടുക്കാൻ പറ്റും. ഇത് 2ഉം വെള്ളമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു 2 കിട്ടിയിരുന്നു, ഒരു ചുവപ്പ് ഒരു വെള്ളി. ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെട്ടു. വെള്ളമ്മൽ അതിന് കൂടുതൽ പൂവുകളുണ്ടായത്, അതൊക്കെ നഷ്ടപ്പെട്ടില്ല. ഒന്നും കായ് പിടിക്കാതെ പോയി. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഇങ്ങനെ ചുവപ്പ് പിന്നെ പരാഗണം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ചെയ്യണമെന്നുള്ളത്. ഒന്നിന് മാത്രം വെള്ളക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അത് കായ് കാണാൻ ഒരു ഭംഗിയാണ്. ഇത് ശരിക്കും 27 ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ ഈ വെള്ള. 28 ദിവസം കൊണ്ടിപ്പോൾ ചുവപ്പും റെഡിയാവും. ഇപ്പം കണ്ടില്ലേ, നമ്മൾ കട്ട് ചെയ്ത് നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല കാണാൻ രസം. പിന്നെ ചുവപ്പുണ്ടോ, അത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ നല്ല മനോഹരമായൊരു കാഴ്ച. ഈ വെള്ളം അത്ര കാഴ്ച ഉണ്ടാവില്ല, എന്നാലും തിന്നാൻ നല്ല ടേസ്റ്റിയാണ്. ഇത് നേരെ മധുരം ചുവപ്പിനേക്കാണ് കൂടുതൽ വെള്ളക. പക്ഷെ ഇപ്പം മഴ ആയത് കൊണ്ടാണ് പിന്നെ കുറച്ച് മധുരം കുറവുണ്ട്. എല്ലാ ഫ്രൂട്ട്സിനും മഴ സമയത്ത് കുറച്ച് മധുരം കുറവാണ്. ഇപ്പോൾ നമ്മളിവിടെ സപ്പോർട്ടൊക്കെ ഉണ്ട്, സപ്പോർട്ടൊക്കെ മധുരം കുറവാണ്.